മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹംസാഭ്യാം പരിവൃത്ത പത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രഹൃഷ്ടാത്മനേ നമഃ. ഓം വീതരാഗഭയക്രോധശോകമോഹമാനസായ നമഃ. ഓം അവ്യയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമാന്തജ്ഞായ നമഃ. ഓം ആജ്ഞാനുവർത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധിനിഹന്ത്രേ നമഃ. ഓം നാശിതാശേഷകൽമഷായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസൂക്ഷ്മകാരണശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യസമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ഓം സഗുണപൃഥ്വ്യാദിഭൂതോത്തരാ ചന്തം ചിന്തും നിലാവിനൊളിവെളിയിൽ വിയത്ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തിമിഴിച്ചെങ്കതിർനിര ചൊരിയിച്ചന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മേ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനൊടെഴുന്നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരന്നു വല്ലോ മുരുഗതി തരണേ മറ്റെനിക്കാരുമില്ലേ. ജ്യോതിശ്ചക്രം കണക്കിൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. വെയിലും ലാവ
കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ചമ്മയിലിന്മേൽ ആടുമുണ്ണി മറയരുതു മനോമൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം. സ്പഷ്ടം ദ്രാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിടുവാൻ പിന്നെ ആട്ടേ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഉൾത്തീ മാറ്റാനുപായത്തുനിവിനിയ മനക്കൺമണി നീ തരാഞ്ഞാലുൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചോ. പിച്ചും ഭ്രാന്തം പിടിച്ച പിണി അറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം. പിഴകളഖിലവും നീ പൊറത്താളുമല്ലോ. ശതകോടി ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന സജ്ജനങ്ങളെ, മനോഹരമായ ഒരു സായം സന്ധ്യ, സൂര്യഭഗവാൻ തൻ്റെ ചൂടൊക്കെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് ഒരു കുളിർമഴയൊക്കെ പേയിച്ചുകൊണ്ട് നമ്മളെ തണുപ്പിച്ചുകൊണ്ട് അന്തരീക്ഷമേറെ പാകപ്പെടുത്തി പരിപാകപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ മഞ്ഞക്കൊടികളെല്ലാം വിരിയിച്ച് ഒരു ഉത്സവ ഛായയിൽ നമ്മുടെ ഈ നാടും അണിഞ്ഞൊരുങ്ങിയ പോലെ തോന്നുന്നു. ഏതായാലും മാന്നാർ SNDP യൂണിയൻ്റെ കീഴിലുള്ള SNDP യോഗം ശാഖ നമ്പർ 3711 കുളങ്ങിക്കാരായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന 17ാമത് ശ്രീനാരായണ കൺവെൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹനീയമായ സത്സംഗത്തിന് വേദി ഒരുക്കുന്ന ശാഖായോഗത്തിൻ്റെയും യൂണിയൻ്റെയും മഹിളാ സംഘത്തിൻ്റെയും മറ്റ് പോഷക സംഘടനകളുടെയും എല്ലാം ഭാരവാഹികളെ, ഈ ശാഖായോഗത്തിലെ കുടുംബാംഗങ്ങളെ, എന്നെ ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന ആത്മ ജിജ്ഞാസുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്ത് ശിവഗിരിയിലെ ശാരദാ സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2ാം ദിവസമാണ്. അറിവിൻ്റെ ദേവതയായ ശാരദാമ്മയെ ഗുരു നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നിട്ട് അതിൻ്റെ ഓരോ വാർഷികവും നമ്മൾ ധർമ്മമീമാംസ പരിഷത്തായിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ഉത്സവമില്ല, ആനയില്ല, കരിമരുന്നില്ല, മറ്റ് വാദ്യഘോഷങ്ങളും മേളങ്ങളും ഒന്നുമില്ല. അറിവിൻ്റെ തിരുവിളയാട്ടം മാത്രം ശാരദാ സന്നിധിയില്. അങ്ങനെ നമ്മുടെ ഈ ക്ഷേത്രത്തില് ഇതിൻ്റെ ഈ കൺവെൻഷൻ വേദിയില് കൺവെൻഷൻ നടക്കുന്ന സന്ദർഭത്തിലും ജ്ഞാനത്തിൻ്റെ ഒരു തിരുവിളയാടലാണ്. 7 ദിവസമായി ഗുരുവിനെ കേൾക്കുന്നു, ഗുരുവിനെ പഠിക്കുന്നു, ഭക്തിയോടെ നിറഞ്ഞ സദസ്സ്. ശരിക്കും ഞങ്ങളെ പോലെയുള്ളവർക്ക് ഏറെ അത്ഭുതം തോന്നുന്ന ഒരു വേദിയാണ്.
ഒരു സ്ഥലമാണ് തിരുവല്ലയും ചങ്ങനാശ്ശേരിയും മാന്നാറും ഇങ്ങനെയൊക്കെ പോലെയുള്ള സ്ഥലങ്ങൾ, നിരവധി സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഗുരുഭക്തിയും ആ ഒരു വിനയവും എളിമയും ഒക്കെയുള്ള മനുഷ്യരെ ഞാൻ മറ്റേത് കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ ഗുരു എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാവണം ആ വാക്കുകളിൽ എത്ര സ്നേഹം കവിഞ്ഞൊഴുകുന്നു. ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിപ്പോയി. ഭഗവാൻ എന്നെ എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ പുണ്യമായ സംഗീതത്തിൽ വന്നപ്പോൾ. നമ്മൾ ഇന്നിവിടെ പഠിക്കേണ്ട വിഷയം ശ്രീനാരായണ ധർമ്മമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഗുരു എന്താണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ അധ്യായത്തിലും ഗുരു എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. എന്തിനാണ് ഈ ശ്രീനാരായണ ധർമ്മം നമ്മൾ പഠിക്കുന്നത് എന്നാണെങ്കിൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ വെറുതെ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? അവസാനം കൊടുക്കുകയും ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാരം അനുസരിച്ച് ഇത്രയും ചാരമായി നമ്മുടെ കയ്യിലേക്ക് തരും എന്നതിനപ്പുറം മനുഷ്യന്റെ ജീവിതത്തിന് എന്താണ് ലക്ഷ്യം? നമുക്കറിയില്ല അത്. പക്ഷേ ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം നമുക്ക് കിട്ടിയത് ഇങ്ങനെ വെറും ചാരമായി കടന്നു പോകാനല്ല എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ആദിയിലെ അറിവാണ് വേദങ്ങൾ. 4 യുഗങ്ങളാണ്. സ്മൃതിയിലേക്ക് എത്താൻ ഒരു ആമുഖം മാത്രം. 4 വേദങ്ങൾ ഏതൊക്കെയാ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ആദിയിലെ അറിവാണ് വേദങ്ങൾ. നമുക്ക് 4 യുഗങ്ങളാണുള്ളത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതില് ആദ്യത്തെ യുഗമാണ് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. അവിടെ സത്യജിജ്ഞാസ അല്ലെങ്കിൽ സത്യനിഷ്ഠരായ മഹാഋഷിമാരുടെ കാലം. മനസ്സിലാക്കണം, സത്യനിഷ്ഠരായ തപോനിധികളായ ഋഷീശ്വരന്മാരുടെ കാലമാണ് ആദ്യത്തെ കാലം. അവിടെ തപസ്സിനും ജ്ഞാനത്തിനും ഒക്കെയാണ് പ്രാധാന്യം. ഏത് കാലം? കൃതയുഗത്തിൽ. രണ്ടാമത് വരുന്നു ത്രേതായുഗം. ശ്രീരാമചന്ദ്രന്റെ ഇതിഹാസങ്ങളുടെ കാലമാണ് ത്രേതായുഗം. ഈ ത്രേതായുഗത്തിൽ യജ്ഞത്തിനും യാഗത്തിനും ഹോമത്തിനുമൊക്കെ പ്രാധാന്യം. മനുഷ്യന്റെ നമ്മൾ ഘട്ടമായി നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നാ പറയുന്നത്. രണ്ടാമത്തെ യുഗം ത്രേതായുഗം യജ്ഞ യാഗ ഹോമങ്ങളുടെ നാൾ. അവിടെ പൂർത്തീകൽപ്പനകളില്ല, നാമജപങ്ങളില്ല, നമ്മൾ ഇന്ന് ഇതുപോലെയുള്ള ആരാധനകളോ ഉത്സവങ്ങളോ ഒന്നുമില്ല. ആദ്യത്തെ യുഗത്തിൽ തപസ്സും ജ്ഞാനവും ആ തപോനിഷ്ഠരായ ഋഷിമാരിൽ നിന്ന് വന്നതാണ് വേദവും ഉപനിഷത്തും എല്ലാം. ആ വേദത്തെ തന്നെയാണ് ത്രേതായുഗത്തിൽ ഇതിഹാസ കഥകൾ ചേർത്ത് പറഞ്ഞത്. വേദം തന്നെ കഥകൾ ചേർത്തുകൊണ്ട് തത്വം പറഞ്ഞു. യജ്ഞത്തിന്റെയും യാഗത്തിന്റെയും കാലം. അതുകൊണ്ടാണ് രാമായണം ആരംഭിക്കുമ്പോൾ തന്നെ അല്ലെ പുത്രകാമേഷ്ടി യാഗം, അല്ലെ അതെല്ലാം നമ്മൾ കേൾക്കാറ്. വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും ഒക്കെ യാഗരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അസുരന്മാര് യാഗവും യജ്ഞവും ഒക്കെ മുടക്കുന്ന കഥകൾ നമ്മൾ രാമായണത്തിൽ വായിക്കും. അപ്പോൾ ത്രേതായുഗം യജ്ഞ യാഗ ഹോമാദികളുടെ കാലം. ഇനി നമ്മൾ ജീവിക്കുന്ന കലിയുഗത്തിന് തൊട്ട് മുമ്പുള്ള യുഗമാണ് ദ്വാപരയുഗം. അവിടെ അർച്ചനയ്ക്കാണ് പ്രാധാന്യം. അവിടെ വിഗ്രഹം വന്നു, അർച്ചനയ്ക്കാണ് പ്രാധാന്യം. അവിടെ അർച്ചന എന്ന് പറയുമ്പോൾ പുഷ്പങ്ങളാകാം, ഇലയാകാം, നിവേദ്യമാകാം, ജലമാകാം. അപ്പോൾ ദ്വാപരയുഗം മുതൽ ഇങ്ങോട്ടാണ് വിഗ്രഹവും അല്ലെങ്കിൽ അർച്ചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയൊക്കെ പറയുന്നുണ്ടല്ലോ, പത്രം പുഷ്പം ഫലം തോയം ഭക്തിയായ പ്രയച്ചതി. ഒരു ഇല ആയിക്കൊള്ളട്ടെ, ഒരു തുളസിയില ആയിക്കൊള്ളട്ടെ,
ഒരു പുഷ്പമായിക്കൊള്ളട്ടെ, കുറച്ച് ജലം തീർത്ഥമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും പഴം അതിന് നിവേദ്യമായിക്കൊള്ളട്ടെ, ഇതുമായി നമ്മൾ ഈശ്വര സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ദ്രവ്യത്തിനല്ല അവിടെ മൂല്യം. എന്ത് മനോഭാവത്തോടു കൂടിയാണോ ഒരു ഭക്തൻ ഇത് ഈശ്വരന്റെ സന്നിധിയിൽ വയ്ക്കുന്നത് എന്നതിനാണ് പ്രാധാന്യം. ഇപ്പൊ നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് രാവിലെ കുറച്ച് എണ്ണയും ചന്ദനത്തിരിയായിട്ട് പോകുമ്പോൾ ആ ചന്ദനത്തിരിക്ക് എന്ത് വില, ആ എണ്ണയ്ക്ക് എത്ര രൂപ വിലയായി എന്നല്ല, അത് കൊടുക്കുന്ന ഈ ഭക്തന്റെ ഉള്ളം ഗുരുവിനോട് എത്ര താതാത്മ്യപ്പെട്ടിരിക്കുന്നു, എത്ര സ്നേഹപ്പെട്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഭഗവാനെ ഇത് ഞാൻ തന്നെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ എണ്ണയും ചന്ദനത്തിരിയും ഭഗവാന്റെ മുമ്പിലേക്ക് അർപ്പിക്കുമ്പോൾ ഭക്തനും ഭഗവാനും ഒന്നായി മാറും. അപ്പോൾ നമ്മൾക്കറിയാലോ, കുചേലൻ സുധാമാവ് കൃഷ്ണനെ കാണാനായിട്ട് പോകുമ്പോൾ കയ്യിലെ മുഷിഞ്ഞ ആ ഒരു ശീലയില് കുറച്ച് അവിലുണ്ട്, കല്ലുമൊക്കെയുള്ള അവിലുണ്ട് ആ ദരിദ്ര കുടുംബത്തിൽ നിന്ന്. പക്ഷെ കൃഷ്ണൻ ആർത്തിയോടെ ആ അവിലെടുത്ത് ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ രുചിയോ മറ്റൊന്നുമല്ല, കൊടുക്കുന്ന സുധാമാവിൻ്റെ ഭക്തിയും മനസ്സുമാണ്. അപ്പോ ദ്വാപരയുഗത്തിൽ ഏതിനാ അർച്ചനയ്ക്ക് പ്രധാനം. ഇനി കലവും നാമസങ്കീർത്തനം. കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഗുരു ഈ കലിയുഗത്തിലേക്ക് അവതരിച്ച പരബ്രഹ്മസ്വരൂപനായ മഹാഗുരു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ 64 പരം സ്തോത്രകൃതികളും ദാർശനികവും എല്ലാത്തിൻ്റെയും തത്വം ഒന്ന് തന്നെയാണ്. അതിനെ വിഭജനം ചെയ്ത് ശിഷ്യന്മാർ നമുക്ക് തന്നു 64 പരം കൃതികൾ. ഇത് എന്തിനാ? നമുക്ക് വന്നപ്പോൾ മനോഹരമായ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാമസങ്കീർത്തനം ഒന്ന് മാത്രമാണ് ഈ കലിയുഗത്തിൽ നമ്മുടെ ജീവിതത്തെ തരണം ചെയ്യാൻ സഹായകമാവുന്നത്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം. ഒരു എപ്പോഴും പറയും, നന്നായി പ്രാർത്ഥിക്കണം. കലിയുഗത്തിൽ കലി ബാധിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സുകള് നിർമ്മലമാകണമെങ്കിൽ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്ക് പ്രാധാന്യം. ഇനി നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആദിയിലെ അറിവായ വേദം മനുഷ്യന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നവയാണ്. ഈ സമാധാനത്തിലേക്ക് നാം എത്താൻ നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് പറയുന്ന കൃതിയാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം. അത് കേവലം ഒരു സമുദായത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ല, ഈ കലിയുഗത്തിലെ ഈ ലോകത്തിലെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിലെ സമസ്ത ചരാചരങ്ങളും ബുദ്ധി സ്ഥിരതയായ വിശേഷ ബുദ്ധിയുള്ള എല്ലാവർക്കും ശാന്തവും സമാധാനവുമായ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭഗവാൻ കൽപ്പിച്ചു തന്നതാണ്. അത് ഇന്നൊരു കൊച്ചു സമുദായത്തിന്റെ ഉള്ളിൽ പോലും അത് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ 19-ാം 20-നും ഇടയ്ക്ക് തിരുവവതാരം ചെയ്ത ഒരു മൂർത്തി, ആ മൂർത്തിയെ നമ്മൾ, ആ പരബ്രഹ്മസ്വരൂപനെ നമ്മൾ ഇനി അറിയാൻ പോകുന്നത് ഇനി വരുന്ന കാലഘട്ടങ്ങളിലാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, പൂർണ്ണമായ രീതിയിൽ ഗുരുവിനെ നാം അറിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലഘട്ടങ്ങളിലാണ് സർവചൈതന്യ സ്വരൂപനായ ഭഗവാനെ പരിപൂർണ്ണ ബ്രഹ്മസ്വരൂപനായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്മൃതി എന്ന് പറയുക ഓർമ്മ, നമ്മുടെ നിത്യ ജീവിതത്തിൽ മറക്കാതെ ഓർക്കേണ്ട ദിനസരി കുറിപ്പുകൾ, ഡയറി കുറിപ്പുകൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, ജീവിതത്തിന്റെ ഹസ്തപുസ്തകം, മാനുവൽ. അതാണ് ഗുരു നമുക്ക് തന്നിട്ടുള്ള ഈ ശ്രീനാരായണ ധർമ്മം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് കൃത്യമായി ഗുരു പറഞ്ഞിരിക്കുന്നു. 77ഓളം സ്മൃതി ഗ്രന്ഥങ്ങൾ ഓരോ യുഗങ്ങളിലായിട്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവ ഓരോന്നും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എഴുതിയതാണ്. പക്ഷെ കാലം മാറുമ്പോൾ നിയമങ്ങളും മാറണ്ടേ? ഈ നിയമത്തെ ആര് പരിഷ്കരിക്കും? ഒരു നിയമജ്ഞം വേണം. നമുക്ക് ആർക്കും പരിഷ്കരിക്കാൻ പറ്റില്ല. അത് ആർക്കെങ്കിലും ഒരു കവിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വിദ്വാന്റെ കയ്യിലോ കൊടുത്തിട്ട് ഇതൊന്നും പരിഷ്കരിച്ചെന്ന് പറഞ്ഞാൽ പറ്റില്ല.
അത് പരിഷ്കരിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് മാത്രമേ അത് പരിഷ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗുരു സംസ്കൃത ഭാഷയിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ രചിച്ചിട്ടുള്ള, സംസ്കൃത ഭാഷയിൽ എഴുതിയത് ആത്മാനന്ദ സ്വാമികളാണ്. ഗുരു വിശ്രമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ ചെന്നിട്ട്, ഗുരു എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ഇതിനെന്താണ് ധർമ്മം, ഇവിടെ എന്താണ് അധർമ്മം, കൃത്യമായി പറഞ്ഞു തരണേ ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴായി ഗുരു പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ. ഇതിൽ ഒന്നുപോലും തള്ളിക്കളയുവാനുള്ള അവകാശം നമുക്കില്ല. കാരണം അനേകായിരം അനുഭവങ്ങളിലൂടെ ഊറിക്കൂടിയ സത്യം, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ അറിയുന്ന ഒരു മഹാഋഷിയുടെ ഉള്ളിൽ നിന്ന് ഊറി വന്ന ശബ്ദ പ്രമാണം നമ്മൾ എത്ര നെഞ്ചിലേറ്റിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇന്ന് എന്തായാലും ഈ കൃതി തുടക്കം മുതൽ അവസാനം വരെ ഒരു സത്തയുടെ തന്നിട്ടേ പോകും. അതെനിക്ക് ഇവിടുന്ന് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശവും കൂടിയാണ്, മുഴുവനും പറയണം എന്നുള്ളത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഒന്നുപോലും നിഷേധിക്കാനോ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം പറയുവാനോ നമ്മൾ ആരും പ്രാപ്തരല്ല, ശക്തരല്ല എന്നുകൂടെ അറിഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മത്തെ നാം സ്വീകരിക്കണം. ഒന്നാം സർഗം ആരംഭിക്കുമ്പോൾ ശിവഗിരിയും ഗുരു എന്ന ആ അദ്വൈതാമൃത ചിന്മാത്ര സ്വരൂപനായ എന്താ പറയുക, ആ വൃക്ഷത്തണലിലിരിക്കുന്ന മഹാഗുരുവിനെ വർണ്ണിച്ചുകൊണ്ട്, ശിവഗിരിയെ വർണ്ണിച്ചുകൊണ്ട് ഒന്നാം അധ്യായം തുടങ്ങുന്നു. ഗുരുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഗുരു തിരഞ്ഞെടുക്കുന്ന ഇരിപ്പിടങ്ങള്, താവളങ്ങളെല്ലാം തന്നെ പ്രകൃതി മനോഹരമായിരിക്കും, സുന്ദരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ശിവഗിരിയുടെ വർണ്ണനയും ഗുരുവിന്റെ വർണ്ണനയും കഴിഞ്ഞ് രണ്ടാം അധ്യായം, എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ധർമ്മം എല്ലാ ഭാഷകളിലും, ഭാരതത്തിന്റെ അല്ല വിദേശത്തിന്റെ അല്ല, എല്ലാ ഭാഷകളിലും ഭാഷാന്തരീകരണം നടത്തി ലോകത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകം നേരിടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം രണ്ടാം അധ്യായത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അധ്യായം ജാതി മത ദൈവ വിചാരം, ഏകജാതി ഏക മതം ഏക ദൈവ വിചാരം പറയുന്നു രണ്ടാം അധ്യായം. അവിടെ ആത്മാനന്ദാദി ബോധാനന്ദാദി ശിഷ്യപ്രവരന്മാര് ഗുരുസന്നിധിയിൽ ചെന്ന് കൈകൂപ്പി വണങ്ങി നിന്നുകൊണ്ട് ചോദിക്കുക, ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപര ധർമാധർമാൻ വിവിച്യാദ്യ ശ്രോതുമുത്കണ്ഠിതാഭയം. ധർമാധർമ്മങ്ങൾ അറിയുന്നവനെ, ഈ ലോകത്തിലെ സകല നിയമങ്ങളും അറിയുന്നവനെ, ഈ ലോകത്ത് ഇന്ന് കുടികൊള്ളുന്ന ഇന്ന് ഈ ലോകത്ത് നടമാടുന്ന ധർമ്മങ്ങളും നിയമം, ഈ തെറ്റായ രീതിയെയും ശരിയായ രീതിയെയും പറഞ്ഞു തരണം. അധർമ്മം എവിടെയുണ്ട്, അധർമ്മത്തെ മാറ്റിയിട്ട് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്തു തരണം. ധർമ്മവും അധർമ്മവും വേർതിരിച്ച് വിശദീകരിച്ച് തരണേ ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവര് സൂചിപ്പിച്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതെല്ലാം കാര്യത്തിലാണ് ഗുരുവിന്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മളോട് പറയുന്നത്, ഒന്നാമത് ശിഷ്യൻ ചോദിക്കുകയാണ്, ഈശ്വര വിശ്വാസ സ്ഥിതിയിൽ അധർമ്മമാണ് ഗുരു. 1924 ഗുരുവിനോട് ചോദിച്ച ചോദ്യത്തിന് ഇന്നും മാറ്റമുണ്ടോ? ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് നമ്മളൊന്ന് ചോദിക്കണം. ഇതാണ് ചോദ്യം. ഈശ്വര വിശ്വാസ സ്ഥിതിയിലുള്ള ശരിയായ ആ ധാരണ എന്തെന്ന് ധർമ്മം ഉപദേശിക്കണം. അപ്പോൾ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? 1924 പറയുകയാണ്, അനേക ദൈവങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട്
യഥാകാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാഃ അനേക ദൈവ വിശ്വാസാത് ഉന്മത്തായി സർവദാ. മാറ്റമുണ്ടോ? അനേക ദൈവങ്ങൾ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഭ്രാന്തന്മാരെ പോലെ ഓടി നടക്കുകയാണ്. ഭാഗവതമൊക്കെ പറയുന്നത് പ്രാകൃത ഭക്തനാണ് നമ്മൾ. ജീവിതകാലം മുഴുവൻ ഒരു വിഗ്രഹത്തോട് ഭൗതിക സുഖഭോഗങ്ങൾ അത് ദൈവമാണെന്ന് കരുതി ഭൗതിക സുഖഭോഗങ്ങൾ ചോദിക്കുന്ന ഒരുവനെ പ്രാകൃതൻ എന്നാണ് ശ്രീമദ് ഭാഗവതമൊക്കെ പറയുന്നത്. ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഗുരു ഇതിനൊരു പരിഹാരം തരണം? നമുക്ക് ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു, അത് കേൾക്കും, വിട്ടുകളയും. പക്ഷെ ഇത് ഹൃദയത്തിലേക്ക് പറയണം. ദൈവം ഒന്നേയുള്ളൂ ഗുരു പറഞ്ഞിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് പാദങ്ങൾ പറഞ്ഞിട്ട് ഏതാണ് ഈ ഒരു ജാതി? അത് നമുക്കറിയാം, മനുഷ്യത്വമാണ്. ഏതായി ഒരു ദൈവം? പലപ്പോഴും ചോദിക്കുമ്പോൾ പലർക്കും അന്ന് ഉത്തരം അറിയില്ല. ഏതാണ് ഈ ഒരു മതം? ആർക്കെങ്കിലും പറയാമോ ഏതാണ് ഒരു ദൈവമെന്ന്? ഗുരു പറഞ്ഞു തന്ന ഒരു ദൈവം ഏതാണ്? അറിയില്ല. 64ഓളം കൃതികളിലൂടെ അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചു തന്ന നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ശിവഗിരി, അതുപോലെ അരുവിപ്പുറം, ആലുവ അദ്വൈതാശ്രമം തുടങ്ങി നിരവധി ലോക സങ്കേത കേന്ദ്രങ്ങൾ, സേവാ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒറ്റ ഈ ഏകതയിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പറയാം, ഈ ഭ്രാന്തിനൊരു മരുന്ന് തരണം. ഇപ്പുറത്ത് ഗണപതിയെ തൊഴുതാൽ തൊട്ടപ്പുറത്ത് കൃഷ്ണൻ ഇരിക്കണ്ട, അവിടെ പോയി തൊഴണം. ഇനി ഈ കൃഷ്ണൻ ഇത്തിരി പ്രൗഢിയൊക്കെ കുറവാണ്, ഒരു തിരി മാത്രം കത്തുന്നുണ്ട്, ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം, വീടൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതിനപ്പുറം കാതങ്ങൾ കിടന്ന ഒരു മഹാക്ഷേത്രമുണ്ട്, അവിടെ പോയി ചോദിക്കാം അല്ലെ? ഇങ്ങനെ ഈ ദേവിക്ക് ശക്തി കുറവ്, നേരെ പോണം മൂകാംബിക അല്ലെങ്കിൽ ചോറ്റാനിക്കര. ഇങ്ങനെ ദൈവങ്ങൾക്ക് പോലും ഉച്ചനീചത്വം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഓടുകയാണ്. ഈ ഭ്രാന്തിന്, ഈ ഉന്മാദാവസ്ഥയ്ക്ക് പരിഹാരം തരും ഗുരു. 24 ഗുരു പരിഹാരം നിർദ്ദേശിച്ചിട്ടും മരുന്ന് കുടിച്ചില്ല. മരുന്നൊരു ചില്ലുകൂട്ടിലാക്കി വെച്ച് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുക. ആ മരുന്ന് സേവിക്കണ്ടേ? സേവിച്ചാലേ രോഗം മാറുള്ളൂ. ആ മരുന്നിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നല്ല മരുന്നാട്ടോ, അതിന്റെ കവർ പേജ് കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷെ അത് കുടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രോഗം മാറാത്തത്. ഇന്ന് ഇടത്തോൾ പോലെയുള്ള സ്ഥലങ്ങളില് മനുഷ്യനെ കൊന്നിട്ട് മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരെ എത്തി ഭക്തി നിൽക്കുമ്പോൾ, മനുഷ്യനെ പച്ചയോടെ ബലി അർപ്പിക്കുന്ന ആ പഴയ ഗുരു എന്താണോ ഇല്ലായ്മ ചെയ്തത്, അതെല്ലാം ഭക്തിയുടെ പേരിൽ തിരിച്ചു വരുമ്പോൾ ഗുരു ഈശ്വര ഭക്തി എന്താണെന്ന് ശിവഗിരി തീർത്ഥാടനത്തിലും പറഞ്ഞു, ശ്രീനാരായണ ധർമ്മത്തിലൂടെയും പറഞ്ഞു തന്നു. ഇതാണ് ഗുരു കൊടുത്ത ഉത്തരം. വിചിത്രസ്യ ജഗതഃ കർത്ത സർവശക്തിമാൻ സർവേശ്വരഃ സർവജ്ഞഃ ഏകോ ദേവ ഇതി ഈരിതഃ. മലയാളത്തിൽ കൃത്യമായി മനസ്സിലാക്കണം. വിചിത്രമാണ് ഈ ലോകം. നമ്മൾ കാണുന്ന ലോകം മാത്രമല്ല ഈ ലോകം. ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് അല്പമാത്രമായ കാഴ്ചശക്തിയുള്ള ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് നാം ഈ കാണുന്ന ലോകമല്ല ശരിയായ ലോകം. നമ്മൾ കാണുന്ന കാഴ്ചയല്ല ഒരു നായ കാണുന്നത്, ഒരു പക്ഷി കാണുന്നത്, ഒരു പാമ്പ് കാണുന്നത്. ഈ ലോക ജീവിതത്തിന്റെ ഒരു ചെറിയ കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വിചിത്രമായ ഈ ലോകത്തിന്റെ കർത്താവ് ഗുരു ഇതിനെ വിചിത്രം എന്ന് പറയാൻ കാരണം എന്താ? ഒരു തേള് കഴിച്ചപ്പോൾ പോലും ഗുരു ചോദിക്കുന്നുണ്ട്, നാം നിന്നെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നമ്മെ എന്തിനാ കടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്തെ സമസ്ത ചരാചരങ്ങളെയും ആ സൃഷ്ടി സ്ഥിതി സംഹാരം അറിയുന്ന ഭഗവാൻ, എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അറിയുന്ന ഭഗവാൻ, നമ്മൾ ഗുരുവിന്റെ തിരുസന്നിധിയിൽ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ
ചെന്ന് നിൽക്കുമ്പോ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, മൗനമായി അവിടെ നിന്ന് മാത്രം മതി. ഭഗവാൻ നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമെന്ന് അവിടത്തേക്ക് അറിയാം. ഒന്നും വേണ്ട, അവിടെ നിന്ന് കൽപ്പിച്ച പോലെ വരും എന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയെന്നൊക്കെയും അങ്ങ് ശംഭോ എന്ന് ഗുരുവിന്റെ അടുത്ത് പറയാൻ നമുക്ക് അറിവുണ്ടാവില്ലേ? വേണം. അപ്പൊ വിചിത്രമായ ഈ പ്രപഞ്ചത്തിന്റെ കർത്താവ് സർവശക്തിമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 200 പേരിരിക്കേണ്ടെന്ന് വെച്ചു. 200 പേരുടെ ശരീരങ്ങൾ ബാഹ്യമായി ഇരിപ്പുണ്ട്. പക്ഷെ എല്ലാവരിലും ഇരുന്ന് സ്പന്ദിക്കുന്ന ആ ചൈതന്യം, ആ ജീവനായി തുടിക്കുന്നത് ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ്. ഒരു സൂര്യൻ കുറേ ജലത്തില് പാത്രങ്ങളിൽ വെള്ളം വെച്ചാൽ എല്ലാ പാത്രങ്ങളിലേക്കും ആ സൂര്യന്റെ പ്രതിബിംബുണ്ടാവും. സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ആ സൂര്യന്റെ ചൂട് എല്ലാ പാത്രത്തിലെയും ചൂട് പിടിപ്പിക്കുന്നുണ്ട് വെള്ളത്തിൽ, അല്ലേ? അതുപോലെ ഒരേ ഒരു ഈശ്വര ചൈതന്യം നമ്മളുടെ അന്തഃകരണത്തിലേക്ക് പ്രാണനായി സ്പന്ദിച്ചപ്പോൾ നാം എന്ന ജീവനുണ്ടായി. നമ്മളപ്പോ ആ ഏകതയെ അറിയാതെ നമ്മൾ പലതായി മാറി. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗുരു പറയുക, വിചിത്രമായ ഈ പ്രപഞ്ചത്തിന്റെ കർത്താവ് സർവശക്തിമാനാണ്. ഒന്ന് ശ്വാസം എടുക്കണമെങ്കിൽ പോലും ആ ശക്തി അനുവദിക്കണം. ഒരു വാക്ക് എന്നിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഈ വാക്ക് പോലും എന്റെയല്ല ഭഗവാനെ. ഈ ശരീരമോ ഞാൻ ഉച്ചരിക്കുന്ന ഈ വാക്ക് പോലുമോ അവിടുത്തെ ആത്മചൈതന്യത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് നമുക്ക് ഒരു വലിയ അറിവ് നമുക്കുണ്ടാകണം. പലതിനെ ചൊല്ലി നമ്മളിവിടെ അഹങ്കരിക്കുമ്പോൾ അഹങ്കരിക്കാനായി ഈ ശരീരം പോലും നമ്മുടെ അല്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് അവർ നമുക്ക് തന്നത്. ഇപ്പൊ പറയുന്നത് എല്ലാത്തിനെയും ഉള്ളിലിരുന്നു കൊണ്ട് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ചിന്തിച്ചുമൊക്കെ അറിയുന്ന ഈശ്വര ശക്തിയെ പറഞ്ഞു തരികയാണ് അല്ലേ? അപ്പൊ ദേവി മഹാത്മ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോ ഒത്തിരി 700 ശ്ലോകങ്ങളിലൂടെ എഴുതി വെച്ചേക്കുക. 700 ശ്ലോകങ്ങൾ. അതിൽ ഓരോ എന്തൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? 3-4 അധ്യായങ്ങള്. ആ 3-4 അധ്യായങ്ങളിലും ശക്തിയായതും നീയെ, ബുദ്ധിയായതും നീയെ, വിശപ്പായതും നീയെ, ലജ്ജയായതും നീയെ, അല്ലെ? ഇങ്ങനെ എല്ലാമായതും നീ 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 എന്ന് പറയുന്നത് എന്താ? നമ്മളിൽ സ്പന്ദിക്കുന്ന ശക്തിയാണ് അപ്പൊ പറയുന്നത്. ഈശ്വരന്റെ പുല്ലിംഗ സ്ത്രീലിംഗം ഒന്നുമില്ല. ജഗദീശ്വര ശക്തിയാണ് നമ്മൾ ദേവിയായി ആരാധിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ. അപ്പോ സർവത്തിനും ശക്തിയായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരൻ ഒന്നേയുള്ളൂ, അനേകമില്ല. അപ്പോ എന്നിട്ട് പറയാണ്, ഇങ്ങനെ ആ ഏക ദൈവത്തെ അറിയാതിരിക്കാൻ തക്കവണ്ണം നമ്മളിൽ ഒരു അജ്ഞാനം മൂടിയിരിക്കുന്നു. ജന്മാന്തരങ്ങൾ ചെയ്ത കർമ്മവാസനകള് ആ ആത്മസ്വരൂപത്തെ മറച്ചു കളഞ്ഞപ്പോൾ നമ്മൾ ഈ ലോകത്തെ കാണുന്നത് ഒരു മയാകൽപ്പിതമായ പ്രപഞ്ചത്തെ കാണുന്നത്. ശരിയായ കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. അത് പോകെ അങ്ങോട്ട് നിങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തരാം. അപ്പോ അങ്ങനെ ഒരു ദൈവം ഒന്നേ ഉള്ളൂ പറഞ്ഞു. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു 12-1 മണിയായി തുടങ്ങിയപ്പോൾ. കാരണം നേരത്തെ കിടക്കാമെന്ന് 10 മണിക്ക് കിടന്ന എന്നെ ഒരു ഫോൺ കോൾ വരെ. ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തെ ഒരു കുട്ടിയെ വിളിക്കുന്നത്. മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടായൊരു കാര്യമുണ്ടായി ടീച്ചറെ. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടില് ഒരു കുടുംബത്തിന്റെ വന്ന ഒരു ആപത്ത്. അതിനിപ്പോ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ ജോർജിന്റെ അടുത്തേക്കാ പോണേ. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ. കാരണം നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ജോൾസിന്റെ ദുഃഖം പോലും തീർക്കാനാവില്ല. പിന്നെയാണ് ബാക്കിയുള്ള ദുഃഖം തീർക്കുക. അപ്പൊ ചെന്നിട്ട് പറയാം, ദുഃഖത്തിന് പരിഹാരം ചോദിച്ചിട്ട് ചെന്നിക്കോ. അദ്ദേഹം രാത്രി കിടന്ന് കരയുന്നുണ്ടാവും ദുഃഖത്തിന്, എങ്ങനെ ഇതൊക്കെ സഹിക്കാം എന്നല്ലേ. അപ്പൊ അദ്ദേഹം ഒരു 5 ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടുകൾ എഴുതി കൊടുത്തു. അത് പലതും കൃഷ്ണക്ഷേത്രം എല്ലാം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്കാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു ഗുരുഭക്തിയാണ്. ഞങ്ങളുടെ ശാഖയിൽ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ദേവിയുണ്ട്, ഗണപതിയുണ്ട്, അവിടെയല്ലേ പൂജ കഴിക്കേണ്ടത്. പേര് കേട്ട ഒരു ജോത്സ്യൻ അദ്ദേഹം പറയാണ്,
ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളൊന്നും ക്ഷേത്രങ്ങളല്ല. ഗുരു പ്രതിഷ്ഠിച്ചത് ക്ഷേത്രങ്ങളല്ല. കൊടുത്തു 5 ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് എഴുതി കൊടുത്തു. അത് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് കയറി കളഞ്ഞിട്ട് മനസ്സുകൊണ്ട് ഗുരുവിനോട് മാപ്പൊക്കെ പറഞ്ഞാണ് കയറിയത്. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളെ അദ്ദേഹത്തിന് ചെല്ലുക. ആദ്യം വന്ന ആളെ കണ്ടില്ലല്ലോ, അദ്ദേഹത്തിന് ഒത്തിരി സങ്കടം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പറയണം, എന്റെ അടുത്ത് തന്നെ വീണ്ടും വരേണ്ടി വരും എന്ന്. ഇങ്ങനെയാണ് നമ്മളേക്ക് വഴി തെറ്റിച്ച്. കാരണം ജ്യോതിഷത്തിൽ ഒരു കാര്യം അവരെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്ത എല്ലാ സോമങ്ങളാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞു. പരബ്രഹ്മ സ്വരൂപനായ പരമാത്മ സ്വരൂപനായ ഒരു മഹാഋഷി ഒരു വിഗ്രഹം എടുത്ത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആ മഹാപ്രഭുവിന്റെ ആത്മചൈതന്യമാണ് ആ വിഗ്രഹത്തിൽ സ്പന്ദിക്കുന്നത്. അതിന്റെ ചൈതന്യമെന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ ജ്യോതിഷത്തിന് എങ്ങനെ കഴിയുക? അതല്ലെങ്കിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെക്കാൾ ശക്തി ഈ ലോകത്ത് ഏത് ക്ഷേത്രത്തിനാണുള്ളത്? ആലോചിച്ച് നോക്കൂ. ഒരു മന്ത്രോപാസകനായ തന്ത്രി ഒരു വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ആ തന്ത്രിയുടെ സ്വാത്മ പ്രതിഷ്ഠയാണെങ്കിൽ പരബ്രഹ്മ സ്വരൂപനായ ഗുരു എടുത്ത് വെക്കുന്ന വിഗ്രഹങ്ങള് ഗുരുവിന്റെ ചൈതന്യം തന്നെയല്ലേ? ഗുരു എന്ന പരബ്രഹ്മത്തെ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്? ഇത് നമുക്ക് തിരിച്ചറിയാത്തിടത്തോളം കാലം ഭക്തി തേടി നാം ഓടിക്കൊണ്ടേയിരിക്കും. ടീച്ചറെ, ഗുരുവിന്റെ അടുത്തൊന്നുപോലും വരാതെ തൊട്ടുമുറ്റത്ത് താമസിക്കുന്നവർ എന്നും ഓടും ടീച്ചറെ. ചോറ്റാനിക്കരയും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊച്ചിന് സാലറി കിട്ടി 1 മാസത്തെ 1.25 ലക്ഷം രൂപ കൊണ്ടുപോയി അപ്പുറത്തെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് ഒരു പിരിവിന് ചെന്നപ്പോ പറയും SNDPക്ക് ഇപ്രാവശ്യം പിരിവില്ല. കയ്യിലിരിക്കുന്ന കൽപ്പകവശ കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. ഒരു പറഞ്ഞതാ ദൈവചിന്തനത്തിലൂടെ. ഈ ജന്മം അവർക്കൊന്നും ഗുരുവിന്റെ പാദങ്ങളിൽ വരാനുള്ള ആ ഭഗവാന്റെ ജ്ഞാനവചസ്സുകൾ സ്വീകരിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. വിശ്രമിക്കേണ്ട, ഇനിയും ജന്മങ്ങൾ വേണ്ടിവരും. പാദങ്ങളുടെ പാദസന്നിധിയിൽ എത്താനും ആ ജ്ഞാനാമൃതം നുകരുവാനൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈശ്വര വിശ്വാസ സ്ഥിതിയെ കുറിച്ച് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം ഒന്നേ ഉള്ളൂ, അനേകയില്ല. പിന്നെ പറയുകയാണ് ജാതിയും മതവും. നമുക്കറിയാം, ഒന്ന് ശാന്തമായിരിക്കുക. നമ്മൾ ഒരു സ്വിച്ചിന് എന്നാണ് ഈ ലോകം ചാമ്പലാകുക എന്ന് കരുതിയിരുന്ന ഒരു 10-15-20 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെയൊക്കെ മക്കളും അതുപോലെ കുടുംബങ്ങളൊക്കെ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. വളരെയേറെ നമ്മൾ വിഷമിച്ചു. അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ പരിഹാരമാണത്. ശിഷ്യൻ ചോദിക്കുകയാണ്, അഹോ ജാതി പിശാചസ്യ ബാധയ ചിത്തഭ്രമാ കേചിത് മത്സരണോ ഭൂത്വ ഹിംസം ധന്യാന കിഞ്ചന. പറയാ 1924 മൊത്തം ഇത് 2026. ജാതി പിശാച് ബാധിച്ച് ചിത്തഭ്രമത്താൽ പാവപ്പെട്ട നിർദ്ധനരായ നിർദ്ദയമില്ലാതെ ഒരു ദൈവമില്ലാതെ നിർദ്ദയമായി പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്നു. ഭ്രാന്തന്മാരെ പോലെ. പഹൽഗാമിനെ നമ്മൾ കണ്ടിട്ട് അധികമായില്ല. ജാതി ചോദിച്ച് മതം ചോദിച്ച് കൊന്നൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഗുരുവിന്റെ ധർമ്മം ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ കലികന്മഷങ്ങൾ മാറ്റാനുള്ളതാണെന്ന് ലോകം തിരിച്ചറിയും. കാരണം ഈ ഒരു ഉപദേശ സ്വീകരണത്താൽ അല്ലാതെ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നറിയണം. ലോകത്തിലെ സകല മതസ്ഥാപകരെയും സകല ഗുരുക്കന്മാരെയും സകല ധർമ്മങ്ങളെയും ഗുരു അദ്വൈതമാകുന്ന ഒറ്റ ചരടിൽ കോർത്തു വെച്ചിട്ട് എല്ലാവരും പറഞ്ഞത് ഒന്ന്, ഒരേ സത്യമെന്ന് ചേർത്ത് പിടിച്ച ഈ ഗുരുവിന്റെ ധർമ്മമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഈ ലോകത്തിന്റെ നിറകയിൽ ഒരു ധർമ്മ പതാകയിലെ മന്ത്രാക്ഷരങ്ങളായി പാറിക്കളിക്കേണ്ടവയാണ് മഹാഗുരുവിന്റെ വചനങ്ങൾ.
ഒരു സംശയവുമില്ല. അപ്പോഴാണ് ഗുരു പറഞ്ഞു തന്നത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ജാതി നിർണയം, ജാതി ലക്ഷണം ഇതൊക്കെ എടുത്തു വെച്ച് പഠിക്കുക. ഭാരതീയ ന്യായശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ജാതിയെ പുനർനവീകരിച്ചു തന്ന ഋഷീശ്വരനാണ് ഗുരു. ഞാൻ ഓർക്കുന്നു പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ന്യായശാസ്ത്രവും തർക്കസംഗ്രഹവും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകാത്ത ഭാഗങ്ങൾ കാണാപ്പാടം പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഗുരുവിന്റെ ആ ദൈവചിന്തനം പോലെയുള്ള കൃതികൾ എടുത്ത് വായിക്കുമ്പോഴുണ്ടല്ലോ, ഭഗവാനെ ഇത് എന്താണ് അവിടെ നിന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത്? ന്യായശാസ്ത്രത്തിന്റെ തർക്കശാസ്ത്രത്തിന്റെ സത്തയെടുത്ത് ഊറ്റി കുറുക്കി ഒരു തന്നിരിക്കുക. ഇതൊക്കെ എടുത്ത് സംസ്കൃത ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ ന്യായശാസ്ത്രത്തിന്റെ റെഫറൻസ് ആവും. നമ്മൾ ഗുരുവിനെ ഒരു അംശം പോലും അറിഞ്ഞിട്ടില്ല. നമ്മള് പൂജിച്ച് പുഷ്പാഞ്ജലി അർപ്പിച്ച് കടന്നു പോകാനുള്ള ചൈതന്യം മാത്രമല്ല ഗുരു, അറിവാണ് ഗുരു, ജ്ഞാനമാണ് ഗുരു, ജ്ഞാനിയല്ല. ആ ജ്ഞാനം നമ്മളെ ഇച്ചിരി പോകുന്ന നാം എന്ന കുഞ്ഞു മനുഷ്യനെ ഈ ലോകത്തോളം വലുതാക്കി ഒരു വിശ്വമാനവികനാക്കി മാറ്റാനുള്ള ദർശനമാണ് ഗുരുവിന്റെ ദർശനം. ഗുരുവിനെ പഠിച്ച ഒരാളാണെന്ന് പറഞ്ഞ് സുകുമാരിയെ വെച്ച് പഠിക്കുന്നുണ്ട് വേദാന്ത സൂത്രം. ഒന്നും മനസ്സിലായില്ല എന്ന് ചിലപ്പോൾ പറയും. പക്ഷേ ആ ജീവിത സാക്ഷാത്കാരത്തിലേക്കാ യാത്ര. കാരണം മനസ്സിലാകാത്തത് ഇവിടെ എന്നോട് പറഞ്ഞു, സുമ പറഞ്ഞു, മനസ്സിലാകാത്തത് വിത്തായി കിടക്കട്ടെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് മുളയ്ക്കാനാവട്ടെ ഭഗവാനെ എന്റെ ജന്മം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങയുടെ കൃതികൾ പഠിച്ചു തീർക്കാനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനാണല്ലോ. ഇതിൽ തരം ദൈവം നിനക്കുണ്ടോ അല്ലെ? ആശാൻ ചോദിച്ച പോലെ നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കോണത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ? വെറുതെ പറഞ്ഞത് അറിഞ്ഞ് അനുഭവിച്ച് പറഞ്ഞു തന്നതാണ് ആശാൻ നമുക്ക്. അപ്പോ ജാതിയെ ഗുരു കൃത്യമായി പറഞ്ഞു തന്നു. കണ്ടാൽ അറിയാത്തവനെ പിന്നെ പറഞ്ഞാൽ എങ്ങനെയോ മനസ്സിലാവുക. ഒത്തിരി ഒത്തിരി തത്വങ്ങൾ ഗുരു ജാതിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിലാണെങ്കിൽ അത് മരിക്കുന്നത് വരെ അവൻ ആ ശരീരത്തിൽ തുടരുന്നത് കൊണ്ട് അവന്റെ ജാതി മനുഷ്യത്വം പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഈ ഭാഗം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. മതം. ഇന്ന് മനുഷ്യൻ പല പല തട്ടുകളായി വേർതിരിഞ്ഞുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിനും മതദർശനത്തിനൊക്കെ ഒത്തിരി 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 പ്രാധാന്യമുണ്ട്. അതായത് ഗുരുവിന്റെ ആത്മോപദേശ ശതകം വെറുതെ കുറിച്ച് 44 മുതൽ 49 വരെയുള്ള ശ്ലോകം ഗുരു മതത്തെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഈ ലോകം അറിയേണ്ടതാണ്. പൊരുതു ജയിപ്പത സാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാനൊടുങ്ങുകയില്ല. നിങ്ങൾ പൊരുതിക്കോ, ആരും ജയിക്കാൻ പോകുന്നില്ല. ഒരാൾക്കും ഒരാളുടേതായ അഭിപ്രായം ഇവിടെ പൊരുതിക്കൊണ്ട് നേടാമെന്ന് കരുതണ്ട. ഇനി പൊരുതുന്നവൻ സ്വയം പൊലിഞ്ഞു പോകും എന്ന് ഗുരു പറയുകയാണ്. അപ്പോ മതം, ഗുരു പറഞ്ഞ ഒരു മതം, ഒരു ദൈവം പരബ്രഹ്മമാണ്. അണു മുതൽ അണ്ടഘടാകം വരെയുള്ള സമസ്തതിനെയും സമസ്തതിന്റെയും ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന പരബ്രഹ്മ സ്വരൂപനാണ് ഗുരുവിന്റെ ഏകദൈവം. ഈ ഒരു മതം എന്താണ്? ഗുരു പറയുന്നു, അനേകം പർവ്വതങ്ങളിൽ നിന്ന് പർവ്വത ശിഖരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ എല്ലാം എത്തുന്നത് ഒരു മഹാസമുദ്രത്തിലാണ്. ക്രൈസ്തവരും മഹമ്മദീയരും ബൗദ്ധരും സകലരും ഈ ശാന്തിയിലേക്ക്, ഈ ഏകതയിലേക്ക് എത്താനാണ് പ്രയത്നിക്കുന്നത് എന്ന് ഗുരു പറയാം. എന്നിട്ട് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥം. തത്വവേദികളായ മഹാന്മാർ
ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ നിയമം പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് മതം എന്ന് പറയുന്നത്. യേശുവിന്റെ കാലത്ത് സ്നേഹമുണ്ടായിരുന്നില്ല തമ്മിൽ. അപ്പോൾ സ്നേഹത്തെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ജീസസ് നമുക്ക് നൽകിയത്. അതൊരു മതമാകിയാൽ സ്നേഹം മാത്രം മതിയോ ലോകത്ത്? ബുദ്ധന്റെ കാലഘട്ടത്തിൽ എത്രയോ ഹിംസ കലശലായ കാലത്ത് ബുദ്ധൻ അഹിംസയെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ അത് ബുദ്ധന്റെ മതമായി. അഹിംസ മാത്രം മതിയല്ലോ, പോരല്ലോ, ബാക്കി എല്ലാം നമുക്ക് വേണ്ടേ? നമുക്ക് ഗുരു ഉപദേശിച്ചു തരുന്നതാണ്. അതുപോലെ ഓരോ 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 കാലഘട്ടത്തിലും വന്ന മഹാന്മാർ ആ കാലഘട്ടത്തിന് ആവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു മതമാക്കി വെച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പോരടിക്കുന്നു, കൊല്ലുന്നു. ഇന്ന് ഗുരുവിന്റെ കാലത്തേക്കാൾ ഏറെ 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 ഇരുട്ടിലാണ്. ജാതിയും മതവും മനുഷ്യനെ വല്ലാതെ കീഴടക്കിയിരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ലാതെ ഇന്ന് മനുഷ്യനോട് സംസാരിക്കുക പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കും. ഒരു കല്യാണത്തിന് ഒരു 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 കാറ്ററിംഗ് കൊടുക്കണമെങ്കിൽ പോലും ചോദിക്കും അവൻ ഏതാ ജാതി. ഒരു കടയിൽ പോണെങ്കിൽ ചോദിക്കും ഏതാ ജാതി. അപ്പോ ഗുരു പറഞ്ഞു തന്നത് നമ്മൾ മനസ്സിന്റെ ഏതോ ഒരു ഇല്ലാതാക്കിയത്, ഗുരു ഇല്ലാതാക്കിയത് അരുത് അല്ലേ എന്ന് പറഞ്ഞ രണ്ടരുതുകൾ ഒന്നാണ് അല്ലേ? ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. മൂന്നെണ്ണം അടുപ്പിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അത് നമ്മൾ ഉള്ളിലേക്ക് പതിപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ അത് ഓരോന്നായിട്ട് പ്രത്യേകം എടുത്തുകൊണ്ട് വന്നിരിക്കുക കഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ സ്വഭാവം ഇത് തന്നെയാണ്. ഒരു മാറ്റവും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സഹോദരനെ ഇപ്പൊ നമ്മൾ മിങ്ങി പൊട്ടിയിട്ടുണ്ട് അല്ലെ? ഭാരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരിനായി ഭവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ പരമസദ്ഗുരു. ഞങ്ങൾക്ക് ആരുണ്ടെന്ന് വിഞ്ഞി പൊട്ടില്ല. ശൈശവാവസ്ഥയിലുള്ള ആ ഒരു ലോകസേവ കേന്ദ്രങ്ങളും ഭഗവാന്റെ ആ ഒരു തത്വവുമൊക്കെ ഇനി ആര് നടപ്പാക്കും ഭഗവാനെ എന്ന് വിഞ്ഞി പൊട്ടിയ കാലം. എനിക്ക് തോന്നുന്നു ഗുരുവിന്റെ ഒരു അവതാരത്തിന്റെ കാലം ഇനിയും ആയിട്ടുണ്ടോ? കാരണം അത്രയും മനുഷ്യ മനസ്സുകൾ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഗുരുവിന്റെ ഒരു മതം ആത്മമതമാണ്, സുഖത്തിന്റെ മതമാണ്. ഏത് ഗുരുവിന്റെ മതം? സുഖം. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖം. ഒരു കൊച്ചുറുമ്പ് പോലും നിറച്ചു പോണത് അതിന്റെ ആഹാരം എവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ടാണ്. എല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് ഈ ലോകത്ത് എന്ത് പ്രയത്നം പോലും ചെയ്യുന്നത്. ഒരു അച്ഛൻ മകനെ സ്നേഹിക്കുന്നത് പോലും അച്ഛന്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. അമ്മ മക്കളെ സ്നേഹിക്കുന്നത്, ഗുരുക്കന്മാർ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നത്, ഒരു ചിത്രം വരയ്ക്കുന്നത്, നല്ല ആഹാരം കഴിക്കുന്നത്, നല്ല യാത്ര പോകുന്നത് ഒക്കെ ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അത് ആത്മനിഷ്ഠമാണ്, ഒരു വസ്തുവിലല്ല ഇരിക്കുന്നത്. അപ്പോ സുഖമാണ് ഗുരു പറഞ്ഞ മതം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം. അപ്പൊ ഗുരുവിന്റെ മതം ഒരു മതം ഏതാ? സുഖത്തിന്റെ മതം. ഇനി എത്ര യുഗങ്ങൾ വന്നാലും ഇത് ആർക്ക് തിരുത്താൻ പറ്റുക? ഈ സുഖത്തിന്റെ മതത്തെ ആർക്ക് തിരുത്താൻ പറ്റും? ഒരു ജാതി, മനുഷ്യജാതി, ഒരു ദൈവം, പരബ്രഹ്മം, ഒരു മതം, സുഖത്തിന്റെ മതം, ആത്മസുഖത്തിന്റെ മതം. ആദ്യം കഴിഞ്ഞു. അതിന്റെ സപ്തമതം. ഈ മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് സാമാന്യ ധർമ്മ നിരൂപണം. പലപ്പോഴും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെയാ. എന്നാലും ഏതൊക്കെയാ പഞ്ചധർമ്മങ്ങള്? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഇതില് രണ്ടെണ്ണം ഗുരു പരിഷ്കരിച്ചതാണ്. സ്മൃതിയിലുള്ളതാ ബാക്കി മൂന്നെണ്ണം. മറ്റ് പൗരാണികമായും ആ യുഗങ്ങൾക്ക് അപ്പുറമുള്ള സ്മൃതിയിൽ
ധർമ്മഗ്രന്ഥത്തിലുള്ളതാണ് അഹിംസയും സത്യവും അസ്തേയവും. ഗുരു എന്ന ഋഷീശൻ പരിഷ്കരിച്ചു തന്നത് രണ്ടെണ്ണം: അവ്യഭിചാരവും മദ്യവർജനവും. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന് പാതഞ്ജല യോഗസൂത്രത്തിൽ പഞ്ചധർമ്മങ്ങളെ പതഞ്ജലി മുനി പറഞ്ഞു തന്നപ്പോൾ ഗുരു ആ രണ്ടെണ്ണത്തിനെയും പരിഷ്കരിച്ചിട്ട് അഹിംസ വേണം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ഒരാളെയും ഹിംസിക്കരുത്. വാക്കുകൊണ്ട് എന്നതിനപ്പുറം നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ കുറിച്ച് മോശം ചിന്തിച്ചാൽ പോലും അത് ഹിംസയുടെ ഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, ഒരു വീട് എറുമ്പിലും വരുത്തരുത് എന്ന് പറയാനും, എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറയാനും, കൊല്ലുന്നവനില്ല ശരണ്യത എന്നൊക്കെ പറഞ്ഞത് ഈ അഹിംസാവൃതനായതുകൊണ്ട് ഗുരു. അഹിംസ ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ജീവിതത്തിന്റെ മാതൃകയാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറേ ഉപദേശിക്കും. ഈ ഉപദേശിക്കുന്ന ഏതെങ്കിലും ഒന്നും നമ്മൾ പ്രാക്ടിക്കലാക്കി കാണിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് ഒന്നുമല്ല കേൾക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്താണോ അനുവർത്തിക്കുന്നത് അത് നമ്മുടെ മക്കൾ ചെയ്യും, സംശയമില്ല. പക്ഷെ പറയുന്നത് അവര് ഒരു കോണിലേക്ക് തള്ളിക്കളയും. അപ്പൊ ഗുരുവിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നും ഗുരുവിനെ ഈ ലോകം മുഴുവൻ ഇന്ന് ആരാധിക്കുന്ന ഗുരുഭക്തരുടെ എണ്ണം കൂടുന്നു, ഗുരുദേവ ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടുന്നു, ശിവഗിരി ഇപ്രാവശ്യം തീർത്ഥാടനത്തിന്റെ ദിവസങ്ങൾ വരെ കൂടി. എന്തുകൊണ്ട് ജനസഞ്ചയം ഈ മഹാചൈതന്യത്തിലേക്ക് ഒഴുകി എത്തുന്നതെന്നറിയോ? അവിടെ നിന്ന് അനുഭവിച്ച സത്യത്തെയാണ് വാക്കുകളാക്കി തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ജാതിയെ കുറിച്ചും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, മദ്യത്തെ കുറിച്ചും ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞപ്പോൾ അവിടെ ചൈതന്യം വന്നത്? അത് അനുഭവിച്ച മന്ത്രത്തെ കണ്ടതാണ്. മന്ത്രം എഴുതിയ ആളല്ല, മന്ത്രത്തെ അനുഭവിച്ച നിശ്ചയിച്ച ഗുരു. അതുകൊണ്ടാണ് ഇനിയും വരും, ഇനിയും ശ്രീനാരായണ ഗുരുദേവ ദർശനം ഈ ലോകം നെഞ്ചിലേറ്റുന്ന കാലത്തിലേക്ക് നാം നടന്നു പോകുന്നത്. ഒരു സംശയം അതിനൊന്നുമില്ല. കാരണം ഇത്തരത്തിലുള്ള കൂട്ടായ്മ സത്സംഗമൊക്കെ ഉണ്ടല്ലോ, ഗ്രേറ്റ് ആണ്. നിങ്ങൾ കുറെ ആനയൊക്കെ വെച്ച് ഉത്സവമൊക്കെ നടത്തി തട്ടൊക്കെ അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കടന്നു പോയാൽ എന്താ പ്രയോജനം? ഗുരുവിന്റെ മക്കളാണെന്ന് പറയുന്നതിന് എന്താ പ്രയോജനം? ഈ സന്ധ്യാവേളയിൽ നിറഞ്ഞ സദസ്സിനെ ഇരുത്തിക്കൊണ്ട് ഗുരുവചനങ്ങളാവുന്ന അമൃതിനെ ആ ചെവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ സംഘാടകര് ശരിക്കും ഗുരുവിനെ പോലെ ചെറിയ ചെറിയ അവതാരങ്ങൾ ഗുരുവിന് ചുറ്റുമുണ്ട്. അത് നടപ്പാക്കാൻ അയ്യപ്പൻ പറഞ്ഞ പോലെ വലിയ സേനയെ പടനായകന്മാരായി ഗുരു തന്നെ സജ്ജരാക്കി ഒരുക്കി നിർത്തിയിരിക്കുന്നവരാണ് ഗുരുവിന് ചുറ്റുമുള്ളവർ. എനിക്ക് മാറണമെന്ന് പലരും പറയുന്നത് 25 വർഷമായി മാറണം. സമ്മതിക്കില്ല. പിന്നെ വരും. കാരണം നമ്മളല്ല പ്രകൃതിയായിരിക്കും. നമുക്ക് പഠിക്കാറുണ്ടല്ലേ, ഈ പറയുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും ഞാനല്ല, പരമാത്മാവ് തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മൾ വെറും ഒരു ഇരയാണ്. മനോഹരമായി സ്വാഗത പ്രസംഗം നടത്തി അല്ലേ? നല്ല എന്താ വെച്ചാൽ വളരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാൻ നല്ല ഭക്തിയുള്ള ധ്യാനാത്മകമായ വാക്കുകൾ. അത് എന്നോടൊരു തുടക്കം പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല കേട്ടോ. അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഏറ്റവും ഗംഭീരമാവുന്നു. അത് ഉള്ളിൽ നിന്ന് ഭക്തി വരുന്നതാണ്. നമുക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഗുരുവുള്ള മനസ്സുകളിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നന്നായി അറിയാൻ പറ്റുന്നു. അഹിംസയെ പറഞ്ഞു വന്നതല്ലേ? അഹിംസ പറഞ്ഞപ്പോ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും കൊല്ലരുത് അല്ലെ? അടുത്തത് സത്യം. ഗുരു സത്യത്തെ കുറിച്ച് സദാചാരം എന്ന കൃതിയിലെ വളരെ ഭംഗിയായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാൻ പാകത്തില് വേദത്തിന്റെ തത്വത്തെ അരച്ച് കലക്കി സദാചാരം തന്നിട്ടുണ്ട്. അത് വെറുതെ ഒരു കൃതിയല്ല കേട്ടോ, കോൺവെക്കേഷനാണ്. നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു ഉപദേശമുണ്ട് പണ്ട് ഗുരുക്കന്മാര്. ആ ഉപദേശ സദാചാരം അല്ലെ? എങ്ങനെ നല്ലതെന്ന് ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. പിന്നെയോ ധർമ്മം ജയിക്കുന്നു, സത്യങ്ങൾ
വിദ്യാഭ്യാസം കഴിഞ്ഞ് ലോക ജീവിതത്തിന്റെ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകളിലേക്ക് ക്ലേശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ പാദങ്ങൾ തളരരുത്. നിന്റെ മനസ്സിന് ശക്തി വേണം. നീ മുറുക്കെ പിടിക്കണം സത്യത്തെ. അതാണ് പറയുന്നത്, നീ ധർമ്മനിഷ്ഠനാകണം. ഇതിനൊരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും അത് കിട്ടില്ല. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നില്ല സർവ്വത, അധർമ്മവും ജയിക്കുന്നില്ല സത്യം ഒരിക്കലും. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ശാശ്വതമാവില്ല. എവിടെയെങ്കിലും അത് ബാധിക്കും. അതിന് കണക്ക് പറയേണ്ടി വരും. തന്റേതല്ലാത്തതൊന്നും സ്വീകരിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സുകളെ എത്ര വെളിച്ചമുള്ളതാക്കി മാറ്റും. പിന്നെ പറയാം, ഒന്നുണ്ടോ നേര്, ഒരേ ഒരു സത്യം എവിടെയുള്ളൂ, അത് എന്നിലും നിന്നിലും സമസ്തയിലും നിന്ന് പ്രകാശിക്കുന്ന ആ ഏകാത്മകമായ ഈശ്വര സത്തയാണ്. നേരല്ലിതൊന്നും. ഒരു ശരീരമുണ്ടല്ലോ, എത്ര നശ്വരമാണെന്നല്ലോ, നീർക്കുമിഴ പോലെ നിലയേറ്റതാകുന്നു. അതിന് 80 വയസ്സായാലേ മരിക്കുള്ളൂ, അല്ലെങ്കിൽ 10 വയസ്സായാലും മരിക്കില്ല എന്നൊന്നുമില്ല. എന്തൊക്കെയാണോ ഈ ശരീരത്തിന്റെ പ്രാരബ്ധമായി കൽപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് ഈശ്വരനെ അറിയൂ. ആ നിമിഷം എത്തുമ്പോൾ യാത്ര പോലും പറയാനാവാതെ തിരിച്ചു പോകേണ്ടി വരുന്ന വെറും ശരീരമായ നമ്മളിരിക്കുന്ന കസേര വരെ നാളെ ഉണ്ടാവും. പക്ഷെ അതിലിരിക്കുന്ന നമ്മുടെ ജീവന്, ആ ഒരു ശരീരത്തിന് എന്താ വില? ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ലോകം വെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും, സമ്പാദിച്ചു കൂട്ടും. ഇതൊക്കെ എവിടെയാണെന്ന് പോലും, എവിടെയൊക്കെ എനിക്ക് സമ്പാദ്യം ഉണ്ടെന്ന് നാക്കെടുത്ത് പറയാൻ പോലും അവസരം തരാതെ ഒന്ന് കടന്നു പോകും. എന്നാൽ പോലും ഒരു നിമിഷം ഒന്ന് സ്വസ്ഥമായി മനുഷ്യ ജീവിതത്തിൽ ഇരിക്കാനോ, ഞാൻ ആരാണ് ഭഗവാനെ, ഞാൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എനിക്ക് എന്തിനാ ഇങ്ങനെ ദുഃഖദുരിതങ്ങൾ കാരണം? ദുഃഖം തന്നുണ്ടെങ്കിലല്ലോ ഓർത്തോ, നമ്മളെ ഈശ്വരന്റെ ആ ഒരു പിടുത്തത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്നവര് ഈ ഒരു ഈശ്വരനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നവര്, ആ ദുഃഖം അവരെ കൂടുതൽ എന്താക്കി മാറ്റും? കരുത്തുറ്റവരാക്കും, ഈശ്വരനോട് അടുപ്പിക്കും. അപ്പോ ദുഃഖമുള്ളവർ ഭഗവാനെ എപ്പോഴും എനിക്ക് ദുഃഖം എന്താന്ന് തന്നെ ചോദിച്ചു, ഞാൻ അതിന് ഉറപ്പായിട്ട് വരട്ടെ എന്നാണ്. അപ്പൊ അത് വിഷമിക്കാനും നെഞ്ചുവിടാനൊന്നുമില്ല. എല്ലാം ദുഃഖം തന്നവര് തന്നെ, ആ ഈശ്വരൻ തന്നെ നമ്മിൽ ഇരുന്നു കൊണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി വേണ്ടിയിട്ടുണ്ട്. സംശയമില്ലല്ലേ? ഇത്ര നാൾ ഞാൻ ജീവിച്ചു പോയി ഭഗവാൻ, എന്തൊക്കെ അനുഭവിച്ച ജീവിതത്തിൽ, ഇതൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തു? ഓർക്കുമ്പോ പേടിയാവും. എരിനരകാത്തിയിൽ വീണെരിഞ്ഞിടുന്ന ഓർമ്മ വരും നമുക്ക്. പക്ഷെ നമ്മളിൽ ഇരുന്നു കൊണ്ട് ആ ശക്തി അതെല്ലാം തരണം ചെയ്യിച്ചപ്പോൾ പുറത്തുള്ള ശക്തികളല്ല. നമ്മൾ പലരെ ആശ്രയിച്ചിട്ടുണ്ട്. കൊണ്ടേ കൊടുത്തില്ലേ, സാറിന് കൊണ്ടേ കൊടുത്തില്ലേ 1.25 ലക്ഷം? ചോദിച്ചത് ആരോടാ? തന്നിലിരിക്കുന്ന ആത്മദേവനോടാണ് കണ്ണടച്ച് ചോദിച്ചത്, ഭഗവാനെ എനിക്ക് എല്ലാം തരണേ. കേട്ടതാരാ? ആ ശിലയാണോ കേട്ടത്? തന്നോട് ഇരുന്ന കേട്ടത് അല്ലേ? ഈ ഒരു അറിവ് നമുക്ക് എന്താണെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ജ്ഞാനം നേടേണ്ടതുണ്ട്, എന്നറിയേണ്ടത്. അപ്പോ അഹിംസ, സത്യം, അസ്തേയം, അന്യന്റെ മുതല് ആഗ്രഹിക്കരുത്, നമ്മെ പഠിപ്പിക്കുക. അടുത്ത് പറയുന്ന അവ്യഭിചാരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുക, നിയന്ത്രിത ചിത്തരായി ജീവിക്കുക. എന്ന് നമുക്കറിയാം, നമ്മുടെ കുടുംബ ജീവിതങ്ങളാകെ കലുഷിതമാണ്. ഒന്നിനും ഒരു എന്താ പറയാ മൂല്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലും എത്ര കലുഷിതമായിരിക്കും. കഴിഞ്ഞ ദിവസം കണ്ടതാ, എറണാകുളത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മയക്കുമരുന്ന് കഴിച്ച് മയങ്ങി കിടക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് ഒരിറ്റ് വിശന്ന് വലഞ്ഞ് കരയുന്ന ആ കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് മോചിപ്പിച്ചുകൊണ്ട് പോയിരുന്നു. എങ്ങോട്ടേക്കാ പോക്ക് നമ്മുടെയൊക്കെ ആലോചിച്ച് നോക്കൂ. ആ കുഞ്ഞിന് കൊടുക്കുന്നത് ആ ലഹരിയിൽ നിന്ന് വരുന്ന സ്തന്യമാണ് കൊടുക്കുന്നത്. അത്രയും നമ്മൾ കണ്ടാൽ പേടിക്കുന്ന, ഞെട്ടിപ്പോകുന്ന
വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പറയുന്നത് യഥാ ആത്മവിദ്യാ സങ്കോചക, എപ്പോഴാണോ ആത്മാവിനെ അറിയുന്നതിൽ സങ്കോചം വരുന്നത്, തന്നിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഈശ്വരനെ അറിയുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നത്, അപ്പോൾ ഈ ലോകം നമ്മെ ഇരുട്ടാർന്നതാകുകയും നമ്മെ വല്ലാതെ ഈ ലോകം ഭയപ്പെടുത്തുകയും ചെയ്യുന്ന പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾക്കും നമ്മൾ നേടുന്നതും നമ്മുടെ മക്കൾ നേടുന്നതുമായ വിദ്യയിൽ ആത്മവിദ്യ തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് ഗുരു പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ ഇന്ന് ഈ കലിയുഗത്തിൽ ഏറെ എന്നും കിട്ടില്ലത്. ഇത്രയും ശ്രദ്ധയോടെ ഈ ഗുരുവിനെ കേൾക്കുവാൻ ഇത്രയും പേരുടെ വരണമെങ്കിൽ ജന്മാർജിത പുണ്യമാണ്. അതിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത്, അല്ലെങ്കിൽ ഈ ദേശത്തിന്റെ പുണ്യം. അപ്പൊ അതിന് വേണമല്ലോ ഒരു ഗുരുവിന്റെ വാക്കുകൾ നമ്മുടെ ചെവിയിലേക്ക് എത്തണമെങ്കിൽ ജന്മാന്തര സുഹൃതങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുഹൃതികളായിരുന്നു ഞാൻ വിളിക്കുക. അതുകൊണ്ട് സുഹൃതികൾ തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഈ ആത്മീയമായ അറിവിനെ ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒരു കൂട്ടർ സ്വന്തമാക്കി വെച്ചപ്പോൾ മറ്റുള്ളവർ നാവ് കൊണ്ട് പോലും ഈ നാമം ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയപ്പോൾ ഒന്നിനെതിരെയും ശബ്ദമുയർത്തിയില്ല. ആ സത്യത്തെ സ്വയം സാക്ഷാത്കരിച്ച് അനുഭവിച്ചുകൊണ്ട് ആ സത്യത്തെ മനുഷ്യരാശിക്ക് പകർന്നു നൽകിയ ശ്രീചന്ദ്രനാണ്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോ അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, 4 വഴിക്കും പോകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ സജീവമായിരിക്കുന്ന കാലഘട്ടമാണ്. ഒന്നിനും മറവില്ല, ഒന്നിനും മര്യാദയില്ല. അതായത് മനുഷ്യനെ ഏത് രീതിയിലും സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കുടുംബ ജീവിതം എന്ന് മലിനപ്പെടുമ്പോൾ ആരോടാണ് പരാതി പറയുക? ആരോടാണ് പരാതി പറയുക? അപ്പൊ അവിടെ ഗുരുവിന്റെ വാക്കുകൾ നമുക്കൊക്കെ തണലാകണം, സാന്ത്വനമാകണം. ഒരു പറയാണ്, ഇന്ദ്രിയങ്ങളെ 4 വഴിക്ക് പായുന്ന ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തണം. സുഖം ഒരു വസ്തുവിലല്ല ഇരിക്കുന്നത്. പണം പെണ്ണിലും മണ്ണിലും ചെന്നവും ആശ്വസിച്ചാത്ത മോഹം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാതെ കൊല്ല. അഹം ദേഹമെന്നോർത്ത് സത്വാദിയാം ഗുണം കെട്ടു വെട്ടൂരുമായ ആ വിലാസം ക്ഷണക്ഷീണ ലോകപ്രപഞ്ചപ്രവാഹം ക്ഷണച്ചോതി രാജന്ത്രകാരം നമസ്തേ ശിവാംബ മഹാഘോര സംസാരവാരാന്നിരിക്കക്കര കേറുവാൻ തൃപ്പതത്താരിന കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ല കാരുണ്യരാശേ. ദണ്ഡകവൃത്തത്തിൽ കാളിനാടകം എഴുതുമ്പോൾ തുടക്കവും പിന്നെ ചെന്ന് അവസാനിക്കുന്ന ഒടുക്കത്തിലാണ്. നമ്മുടെ ജീവിതം പോലെ ദണ്ഡകം. എന്നിട്ട് ഗുരു പറയുക, ഒരു മനുഷ്യന്റെ ദുഃഖം എവിടെയാണ്? പെണ്ണ്, മണ്ണ്, പിന്നെ എന്താ വിത്തം, ധനം. ഇതിന് 3ലും പെട്ടിപ്പെട്ടിരിക്കുന്ന, ഒരു പുരണ്ടു മറിഞ്ഞിരിക്കുന്ന ആ നമ്മുടെ ജീവിതത്തേക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് അടർത്തി മാറ്റാൻ നാമജപങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു നിയന്ത്രണമില്ലാതെ കടിഞ്ഞാണില്ലാതെ പായുന്ന കുതിരകളെ പോലെ പായുന്ന ഇന്ദ്രിയങ്ങളെ നിലക്കി നിർത്താൻ നാമജപങ്ങൾക്ക് സാധിക്കും, ഭക്തി കൊണ്ട് സാധിക്കും. പെണ്ണിലല്ല ആനന്ദം ഇരിക്കുന്നത്, മദ്യത്തിലല്ല ആനന്ദം ഇരിക്കുന്നത്, മറ്റു ഭൗതിക സുഖഭോഗങ്ങളിലല്ല ആനന്ദം ഇരിക്കുന്നത്. അതൊരു ഉപാധി മാത്രം. ആനന്ദം ആത്മനഃ സ്വഭാവമാണ്. ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. മദ്യം കുടിക്കുമ്പോ ആ മദ്യത്തിൽ നിറമുള്ള ദ്രാവകത്തിന് ആനന്ദമുണ്ടോ? ആ മനസ്സിനെ ഒന്ന് അടക്കി വികലമാക്കി കളഞ്ഞപ്പോൾ, ഒന്നുമേ ചിന്തിക്കാത്ത ആ ഒരു മനസ്സടങ്ങിയപ്പോൾ പ്രതീതമായത് ആത്മാനന്ദം തന്നെ. എന്ത് സുഖങ്ങളും ആത്മനിഷ്ഠമാണ്. അപ്പോൾ ഇവിടെയാണ് സുഖം ഇരിക്കണമെങ്കിൽ പിന്നെ എന്തിനാ ഓടി നടക്കണേ? എന്തിനാ ആത്മബോധം തേടി ഓടി നടക്കണേ? ആത്മാവിലല്ലേ സുഖം ഇരിക്കണേ. അതിനെ പ്രോജ്വലിപ്പിക്കൂ. അതിനെ പ്രോജ്വലിപ്പിച്ച് ഒരു 10,000 അതിഥേയറുമായി വരുന്നതുപോലെ വരും. വിവേകവൃത്തി എന്ന് പറഞ്ഞു തന്നില്ലേ? ഒരു കോടി ദിവാകരം പോലെ എന്ന് പറഞ്ഞു തന്നില്ലേ?
ജ്യോതി ഈശ്വരൻ പ്രകാശമാണെന്ന് പറഞ്ഞതില്ലേ, അനുഭവിച്ചിട്ട് പറഞ്ഞതാ. അത് എത്ര ആനന്ദം ഗുരു അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ബ്രഹ്മാനന്ദം പരമസുഖം എന്ന് പറയുന്നത്. ആ സുഖവും വെച്ചിട്ട് ദുഃഖം തേടി നടക്കുക. നമ്മൾ യാചിച്ചോണ്ട് നടക്കുന്ന ദുഃഖമാണ്. ഇരിക്കണ ഇവിടെയാ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, രത്നം പതിച്ച നീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് കാലെണ്ണ ചോദിച്ചുകൊണ്ട് നടക്കുക. ഇരിക്കണം മുഴുവൻ ഇവിടെയാ. സുഖം ഇവിടെയുണ്ട്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഭഗവാന്റെ സ്തോത്രകൃതികൾക്കൊക്കെ നല്ല ശക്തിയുണ്ട്. അതൊക്കെ ചൊല്ലി കാണുമ്പോൾ ദുഃഖം മാറുന്നു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹത്തിന് പകരം ഒരു മദ്യവർജനം പറഞ്ഞു തന്നു അല്ലേ? മദ്യവർജനം പറഞ്ഞു തന്നു. എന്താണ് ഭഗവാനെ ഞാൻ മദ്യവർജനത്തെ കുറിച്ച് പറയേണ്ടു? എനിക്കറിയില്ല. ഏത് ഭാഷയാണ് ഉപയോഗിച്ചാണ് പറയേണ്ടത്? എങ്ങനെ പറഞ്ഞാലാണ് അത് മതിയാവുക? ഓരോ കുടുംബങ്ങൾ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് അതിന്റെ പിടിയില് മനസ്സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട് അമ്മയെ കൊന്നിട്ട് പോലെ അച്ഛനെ കൊല്ലണമെന്ന് പറയുന്നു. 5 കൊല ചെയ്താലും ഇനിയും കൊല ചെയ്യണമെന്ന് പറയുന്നു. മദ്യവും മയക്കുമരുന്നും ഇന്ന് സമൂഹത്തിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുമ്പോൾ ഗുരുവിന്റെ മദ്യവർജന ദർശനം ഏറെ പ്രസക്തിയുണ്ട്. 6 ശ്ലോകം, ബാക്കിയുള്ളതെല്ലാം ഒരു ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചപ്പോൾ പഞ്ചധർമ്മങ്ങളിൽ ബാക്കി 4 എണ്ണം ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു വെച്ചപ്പോൾ എന്തിനാണ് ഭഗവാനെ അങ്ങ് 6 ശ്ലോകങ്ങളിലൂടെ മദ്യവർജനം പറഞ്ഞു തന്നത്? സത്യത്തിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിലേക്ക് വീഴണം. അവിടുന്ന് കണ്ടിരിക്കുന്നു ഈ ലോകത്തെ. ഇന്ന് ലോകത്തെ നേരിടുന്ന പ്രശ്നത്തിനെ ഗുരു കണ്ടിരിക്കുന്നു. ഗുരു പറയാണ്, ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നത് കൊണ്ടാണ് മദ്യം എന്തെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധി വികലമാക്കിയാൽ ആ മനുഷ്യനെ എന്തിനു കൊള്ളാം? മൃഗങ്ങളെക്കാൾ കഷ്ടം. ഓർക്കുക, മൃഗങ്ങൾക്ക് എത്ര സ്നേഹമാണ് അവിടുത്തെ കുഞ്ഞുങ്ങളോട്. അമ്മയുടെ സ്തന്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയാ കഴുത്ത് നെരിച്ചു കൊന്നിട്ട് തന്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി അതിനെ ഇല്ലാണ്ടാക്കുന്നു. എടുത്ത് വെള്ളത്തിലെറിയാൻ മടിയില്ല, പാറപ്പുറത്ത് അടിച്ചു കൊല്ലാൻ മടിയില്ല. ഈ കലികാലത്തിലെ മനുഷ്യ മനസ്സുകൾ എത്രയോ കാലുഷ്യമായിരിക്കുന്നു. പണ്ടൊക്കെ പുരുഷന്മാരെ നോക്കി മദ്യപാനവും ലഹരി വസ്തുക്കളും വേണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് 10 മടങ്ങ് സ്ത്രീകളും അതിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങോട്ടേക്ക് പോക്കും? എങ്ങനെയാണ് അടുത്തൊരു തലമുറ ലോകത്ത് ജീവിക്കുക? നമ്മൾ പറയുന്നത് എത്ര മാത്രമാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ഗുരുവിന്റെ പാദങ്ങളിലേക്ക്, ആ കൈകളിലേക്ക് പിടിച്ചേൽപ്പിക്കുക. ഗുരുദർശനത്തിന്റെ അമൃതവാണികൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുക. അവരുടെ ഒരു നിയന്ത്രണമില്ലാതെ പായുന്ന ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തുവാൻ നാമജപങ്ങൾക്കും ഗുരുഭക്തിക്കുമൊക്കെ സാധ്യമാകുന്നത് കൊണ്ട് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതിക വിദ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ശ്രദ്ധിച്ച് അവരെ വളർത്തണം. മദ്യം വിൽക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം മധ്യസ്ഥ വിക്രയാദാനം സന്താനം ദാനമേവച കദാചിത് നാചരേ ധീമാൻ മഹാപാതകഹേതുകം. പഞ്ചപാപങ്ങളിൽ ഒന്നാണെന്ന് പറയാം. അതുകൊണ്ട് മദ്യപനെ കണ്ട് ആ മദ്യം വിൽക്കുകയും വാങ്ങുകയും എല്ലാം ശേഖരിച്ച് വെക്കുകയും എല്ലാം ചെയ്യുന്നത് മഹാപാപമാണെന്ന് ഗുരു പറയുകയാണ്. പിന്നെ പറയുകയാണ്, മദ്യപനെ കണ്ടാൽ ഒരു മാറാരോഗിയെ കണ്ടാൽ എന്നതുപോലെ ഓടി ഒളിക്കണം. അവന്റെ ദേഹം, അവന്റെ വീട്, അവൻ സ്പർശിക്കുന്നതെല്ലാം ദുർഗന്ധപൂർണമായിരിക്കും. അവനെ ഈശ്വരന്മാർ പോലും വെറുക്കുന്നു എന്ന് നിശ്ചിതമായ ഏറെ പരുഷമായ വാക്കുകളിൽ ഗുരു പറഞ്ഞിരിക്കുന്നു മദ്യത്തെ കുറിച്ച്. 2 കാര്യങ്ങൾ ഗുരു വളരെ ശക്തമായി ലോകത്തിന് നൽകിയിരിക്കുന്ന താക്കീത് അനുസരിച്ചാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സർവനാശം തന്നെയാണ്. അപ്പോ അതിനുശേഷം പഞ്ചധർമ്മങ്ങൾക്ക് ശേഷം ഗുരു പഞ്ചശക്തി പറഞ്ഞു.